നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അഹാന കൃഷ്ണയും സിന്ധു കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ്. സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകൾ തൻവിയുടെ ഒരു വ്ലോഗോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. പഴയ ഇമേജ് തിരിച്ചു കിട്ടാൻ ഇനി സിന്ധു കൃഷ്ണയും കുടുംബവും ബുദ്ധിമുട്ടുമെന്ന നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇത്രയും നിലവാരമില്ലാത്ത ഒരു പ്രശ്നത്തിൽ ഇതുവരെ ഇവർ അകപ്പെട്ടിരുന്നില്ല. എന്നാൽ തൻവിയുടെയും അഹാനയുടെയും ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ അത് സംഭവിച്ചു. നഷ്ടം എങ്ങനെ നോക്കിയാലും സിന്ധുവിനും അഹാന കൃഷ്ണയ്ക്കുമാണ്. സിന്ധു പുതിയ വ്ലോഗിൽ തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും ഫലമില്ല. ഇതിനിടെ സിന്ധുവിന് വന്ന ഒരു കമന്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ആന്റി, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വിഷമമുണ്ട്. പക്ഷെ ഇതാണ് നിങ്ങളുടെ കർമ്മ. ദൈവം ആദ്യം പന പോലെ വളർത്തും, പിന്നെ നിലത്തിടും. നിങ്ങൾ പണ്ട് ഒതുക്കി തീർത്ത ബുള്ളിംഗ് ഇഷ്യൂകൾ ഓർമ്മയുണ്ടോ? അതിലെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിന്ന ഒരു വിക്ടിമാണ് ഞാൻ. എന്റെ മാനസികാരോഗ്യവും ആത്മവിശ്വാസവും മകളുടെയും നിങ്ങളുടെയും അഹങ്കാരം കാരണം എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. സന്തോഷമായി ജീവിച്ചു തീർക്കേണ്ട കുറേ വർഷങ്ങൾ പോയി കിട്ടി. തെറാപ്പി, ബോഡി ഇമേജ് ഇഷ്യൂകൾ, ആങ്സൈറ്റി ഒക്കെ ആയുള്ള നിരന്തരമായ പൊരുതൽ ആയിരുന്നു. ആവറേജ് ഡാൻസറായ നിങ്ങളുടെ മക്കൾക്ക് ഡാൻസിലെ സെന്റർ സ്റ്റേജ് നിങ്ങൾ പിടിച്ചു വാങ്ങിയപ്പോൾ സ്വന്തം കഴിവിന് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ പോയ കുറച്ചുപേരുണ്ട്. പാസീവ് ബോഡി ഷെയ്മിംഗ്, സ്കിൻ ടോണിനെ കുറിച്ചുള്ള കമന്റുകൾ, ഇതൊക്കെ നിങ്ങൾക്കിടയ്ക്ക് പറയുന്ന തമാശയായിരിക്കും. പക്ഷേ ഇപ്പോൾ കേരളം മൊത്തം നിങ്ങളെ ബുള്ളി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ: കർമ്മ തിരിച്ചടിക്കും. ആത്മവിശ്വാസമാകാം, അമിതമാകരുത്. അഹാന സ്വന്തം കസിന്റെ ജീവിതം മാറ്റിമറിച്ച ട്രോമ ഉപയോഗിച്ച് അവളെ തകർക്കാൻ നോക്കി. അതിനുവേണ്ടി ഒന്നും തൻവി ചെയ്തില്ല. ഇത് തന്നെ നിങ്ങൾ എത്ര ഇൻസെൻസിറ്റീവ് ആണെന്നതിന് ഉദാഹരണമാണ്. അമ്മുമ്മ ടോക്സിക് ആണ്. എന്നാൽ അവരോട് തിരിച്ചു പറയുകയും എല്ലാ സപ്പോർട്ടും നിർത്തുകയും ചെയ്തതോടെ അതേ ദുഷ്ടയായി നിങ്ങൾ മാറി. നിങ്ങൾ അവർക്ക് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് നൽകണമായിരുന്നു. അതെങ്ങനെ? പഠിക്കേണ്ട സമയത്ത് അത് ചെയ്തില്ല. മക്കളെ നടിമാരാക്കാൻ നടന്ന് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ചില്ല. പഠിക്കാൻ മിടുക്കുകളല്ലെങ്കിലും കുറച്ച് പൊതുബോധമെങ്കിലും ഉണ്ടായേനെ. ഇതിപ്പോ അതുമില്ലാതെ പോയി. മാനസികാരോഗ്യ അവബോധമൊക്കെ ആരോട് പറയാനെന്നാണ് കമന്റ്. റെഡിറ്റിലാണ് ഈ കമന്റിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത്. ഇപ്പോഴിതാ അമ്മൂമ്മയെ അസഭ്യം പറഞ്ഞതിന്റെ പേരിൽ അഹാനയുടെ ഇമേജ് പൂർണ്ണമായും തകർന്നിരിക്കെ സിന്ധു കൃഷ്ണ പുറത്തുവിട്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. അമ്മ അച്ഛനെ അടിക്കുന്ന CCTV ദൃശ്യങ്ങൾ സിന്ധു പലർക്കും മെസ്സേജായി അയച്ചു. സർജറിക്ക് കുറച്ചാഴ്ചകൾക്ക് മുൻപ് അച്ഛനെ അടിച്ചു. ഇതെപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എനിക്ക് അമ്മയോട് ദിവസവും വഴക്കിടേണ്ടി വന്നു എന്നാണ് ഈ വീഡിയോയ്ക്കൊപ്പം സിന്ധു കൃഷ്ണ അയച്ച മെസ്സേജ്. ഇതേക്കുറിച്ച് യൂട്യൂബർ സായി കൃഷ്ണ സംസാരിച്ചു. ഒരു പരിചയവും ഇല്ലാത്തവർക്കാണ് ഈ വീഡിയോ അയക്കുന്നത്. അത്രത്തോളം വെറുപ്പ് സിന്ധു കൃഷ്ണയ്ക്കും അഹാന കൃഷ്ണയ്ക്കും വന്നിട്ടുണ്ട്. ഇവരോട് എന്താണ് വിഷയം എന്ന് ചോദിക്കുന്ന പലർക്കും ഈ CCTV ഫുട്ടേജുകൾ സിന്ധു കൃഷ്ണ അയക്കുന്നുണ്ട്. ഇത് വളരെ സീരിയസ് ആണ്. ഒരു പരിചയവും ഇല്ലാത്തവർക്ക് ഇങ്ങനെ അയച്ചാൽ ഇത് പുറത്തു വരുമെന്ന് സിന്ധു കൃഷ്ണയ്ക്ക് ഉറപ്പല്ലേ? നിങ്ങൾ വീഡിയോകളിലൊക്കെ പറയുന്നത് നിങ്ങൾക്കിത് പുറത്തു പറയാൻ താല്പര്യമില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാനൊന്നും പറയുന്നില്ല. അത്രയും മോശമായ കാര്യങ്ങൾ ഒരു അമ്മമ്മ മുത്തശ്ശനെയും കൊച്ചുമോളെയും കുറിച്ച് പറഞ്ഞാൽ ആരായാലും പ്രതികരിക്കുമെന്നും സായി കൃഷ്ണ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഹോം വ്ലോഗുമായി സിന്ധു കൃഷ്ണ രംഗത്തെത്തിയിരുന്നു. വീട്ടിലെ വിശേഷങ്ങളും ജിമ്മിൽ പോയതും ഓമിയോടൊപ്പമുള്ള നിമിഷങ്ങളും ഒക്കെയായിരുന്നു പുതിയ വീഡിയോയിൽ സിന്ധു പങ്കുവച്ചത്. തൻവിയുടെയും അഹാനയുടെയും വിവാഹ വീഡിയോയ്ക്ക് ശേഷമാണ് സിന്ധു കൃഷ്ണ വ്ലോഗുമായി എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2-3 ആഴ്ച അത്ര നല്ല അവസ്ഥയിലായിരുന്നില്ല. സംഭവിക്കാൻ പാടില്ലായിരുന്നു പലതും. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ സിറ്റുവേഷൻ അല്ലായിരുന്നു. ഒരുപാട് വിശദീകരണമോ ഞങ്ങളുടെ ഭാഗത്തെക്കുറിച്ച് പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പിടിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിനകത്ത് ഇതെല്ലാം പ്രൂവ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അത് ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. പേഴ്സണലി നമ്മളുമായുള്ള കണക്ഷൻ ഉള്ളവരും സുഹൃത്തുക്കൾക്കും എല്ലാം അറിയാം. ഒരു ദിവസത്തെ കാര്യമല്ല ഇതൊന്നും. എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും അറിയാവുന്നവർക്ക് എല്ലാ സംഭവങ്ങളും അറിയാം. പബ്ലിക്ക് നമ്മളെ ജഡ്ജ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്തതും നമ്മുടെ ഫീലിംഗ്സും ഒക്കെയാണ് പ്രധാനപ്പെട്ടത്. പാരന്റ്സിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നത് ലിസ്റ്റിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല ഒന്നും. 20 പ്രാവശ്യം അവരുടെ കൂടെ പോയെങ്കിൽ ഒരു തവണയായിരിക്കും ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പക്ക ഡെയിലി നടക്കുന്നതൊന്നുമല്ല ഞാൻ കാണിക്കാറുള്ളത്. ഡാഡിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. ഒന്ന് മറ്റൊന്നിന് ഫേവറബിൾ അല്ലാത്ത തരത്തിലുള്ള മരുന്നുകളായിരുന്നു കഴിച്ചിരുന്നത്. കാർഡിയാക് അറസ്റ്റിനുള്ള സാധ്യതയുണ്ടായിരുന്നു. മരിക്കുന്നതിന്റെ
തലേന്ന് വൈകുന്നേരം നടത്തിയ ടെസ്റ്റിലും ഓക്കെ ആയിരുന്നു എല്ലാം. വീഡിയോയിലൂടെ കാണിച്ചതൊന്നുമല്ല എൻ്റെ ലൈഫ്. ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ പാരന്റ്സിന്റെ കാര്യങ്ങൾ ചാർട്ട് ചെയ്താണ്. ഇവിടെ ഞാനാണ് അവസാനമായി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടല്ലോ, അതിനിടയിൽ യൂട്യൂബ് ചാനൽ എന്തിനാണ്? അതിൽ വീഡിയോ ഒക്കെ അല്ലേ ഇടുന്നത്? ഞാൻ എന്തിടാനാണ് എന്നൊക്കെയായിരുന്നു എൻ്റെ സംശയം. നിങ്ങളൊക്കെ വീഡിയോ ഇടുന്നായിരുന്നു ഞാൻ പിള്ളേരോട് പറഞ്ഞത്. അതിനിടയിൽ കിച്ചുവാണ് എന്നോട് നീ എന്തെങ്കിലും തുടങ്ങുന്ന നിർബന്ധം പറഞ്ഞത്. നിനക്കൊരുപാട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഇല്ലേ, കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇട്, ഇതിലൂടെ പൈസയൊക്കെ കിട്ടുന്നതല്ലേ എന്നും പറഞ്ഞിരുന്നു. മോണിറ്റൈസേഷനോ പൈസ കിട്ടുന്നതോ ഒന്നും ആദ്യം അറിയില്ലായിരുന്നു. അഹാനയാണ് ആദ്യം തുടങ്ങിയത്, പിന്നെ ഓസിയും ഇഷാനയും കിച്ചും ഹൻസും, ഒടുവിലാണ് ഞാൻ തുടങ്ങിയത്. പ്ലേ ബട്ടണൊക്കെ അടുപ്പിച്ചാണ് എല്ലാവർക്കും കിട്ടിയത്. വരുമാനം വന്നു തുടങ്ങിയപ്പോൾ അത് പാരന്റ്സിന് വേണ്ടി ചെലവാക്കണം എന്നായിരുന്നു ഞാൻ തീരുമാനിച്ചത്. 2021 തോന്നുന്നു എനിക്ക് പേയ്മെന്റ് കിട്ടി തുടങ്ങിയത്. അതുവരെയും പാരന്റ്സിന് വേണ്ടി ചെയ്തിരുന്ന ഹെൽപ്പൊക്കെ ഞങ്ങളുടെ കമ്പനിയിലെയോ കിച്ചു തരുന്നതോ പിള്ളേർക്ക് വെച്ചതോ ഒക്കെ ആവും. ഇവിടെ ഇത്രയും ചെലവ് വരുമ്പോൾ അവർക്കായും കൂടുതൽ ഹെൽപ്പ് വേണ്ടി വരുമ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചു പോവാറുണ്ട്. എന്തിനാണ് അവർക്ക് വേണ്ടി ഇത്ര കൂടുതൽ പൈസ ചെലവാക്കുന്നതെന്ന് മക്കളോ കിച്ചുവോ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ഗിൽട്ട് ഉണ്ടായിരുന്നു. ഞാനായിട്ട് സമ്പാദിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഫ്രീഡം ആയിരുന്നു. അവർക്ക് വേണ്ടി ഇത്ര ചെലവാക്കിയെന്ന് ആരോടും പറയേണ്ടതില്ലല്ലോ, ഉള്ളിൽ ഗിൽറ്റി ഫീലും വരില്ലല്ലോ. യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണങ്ങളിലൊന്നും ഇതാണ്. അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തത് സന്തോഷത്തോടെയാണ്. വലിയൊരു എമൗണ്ട് വരുമ്പോൾ ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, അവരെല്ലാം തരാറുമുണ്ട്. കുറേ തെറ്റിദ്ധാരണകളുണ്ട്, അതേക്കുറിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റു പലരുടെയും വീഡിയോയിലൂടെയായി ഓരോന്നായി ചോദിച്ചു വരും. അമ്മയെ കാണാൻ പോകുന്നില്ലേ, അമ്മ എന്താണ് വീട്ടിലേക്ക് വരാത്തത് എന്നൊക്കെ ഇനി ആരും എന്നോട് ചോദിക്കില്ലല്ലോ. എന്നും ഒരു പീസ് ലവർ ആയിരുന്നു ഞാൻ. അത് കിട്ടാതെ വരുമ്പോൾ മാറി നിൽക്കുകയും സൈലന്റ് ആവുകയും ചെയ്യുന്ന ആളാണ് ഞാനെന്നുമായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത്. സിന്ധു കൃഷ്ണ അമ്മയെക്കുറിച്ചും തൻവിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിരുന്നു. അമ്മയും തൻവിയും സന്തോഷത്തോടെ ഇരിക്കണം, എന്തെങ്കിലും എമർജൻസി വന്നാൽ ഏത് സമയത്താണെങ്കിലും എന്നെ വിളിക്കാം, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഞാൻ അയച്ച ജോലിക്കാരിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരൊക്കെ വന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നായിരുന്നു രാവിലെ അവരുടെ കോൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചത്. ചേച്ചി ഞാനിന്ന് പോവുകയാണെന്നായിരുന്നു അവർ എന്നോട് പറഞ്ഞത്. അവരൊക്കെ ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ എന്ന് ചോദിച്ചിരുന്നു. പോവരുതെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടും കേട്ടില്ല, അവർ നിന്നില്ല, പോയി. അതിന്റെ കാരണം പറയാൻ എനിക്ക് താല്പര്യമില്ല. അതിനുശേഷം അവർ തന്നെ എല്ലാം മാനേജ് ചെയ്തു. ഞാൻ എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷയം ഞാൻ ടച്ച് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. പക്ഷേ വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങൾ എന്താണ് ഇതേക്കുറിച്ച് ഒന്നും പറയാത്തത് എന്നൊക്കെ ചോദിക്കും. എനിക്ക് സമാധാനം വേണം, അവർക്കും സമാധാനം വേണം. എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെന്നേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിപ്പോൾ 55 വയസ്സായി. ഇന്ത്യക്കാരുടെ ഒരു ചിന്താഗതിയൊക്കെ വെച്ച് 70 വരെയൊക്കെ പോകണമെന്നാണ്. ഇനി ആകെ ഉണ്ടാവുന്ന ഒരു 15 വർഷം, അതിന്റെ 1/3 എന്നത് ഉറക്കവും വിശ്രമവും ഒക്കെയാണ്. വളരെ കുറച്ച് സമയമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. ഇനിയുള്ള കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. അമ്മയ്ക്ക് എപ്പോൾ ആവശ്യം വന്നാലും ഞാൻ കാണും. കാലം കഴിയുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ചേക്കും. അങ്ങനെയാണല്ലോ പൊതുവെ. ഇത്തരം വിഷയങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പറയാതിരിക്കാനും വയ്യ. സിന്ധു എന്താണ് അതേക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.